അമേരിക്കയുടെ അജയ്യമായ സൈനിക വീര്യത്തിന് ഏറ്റവും വലിയ പ്രഹരം നടന്നിരിക്കുകയാണ്. ആകാശത്തെ അദൃശ്യ രാജാവെന്ന് വാഴ്ത്തപ്പെട്ട റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് ശത്രുപാളയത്തിൽ മരണം വിതയ്ക്കുന്ന F-35 എന്ന സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റിനെ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും നൂതനവും $100 മില്യൺ വിലമതിക്കുന്നതുമായിട്ടുള്ള ഈയൊരു യുദ്ധവിമാനം തകർക്കപ്പെട്ടതോടെ ആഗോള പ്രതിരോധ ഭൂപടം തന്നെ മാറിമറിയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ വ്യോമ പ്രതിരോധം തകർക്കപ്പെട്ടു എന്ന് വീമ്പിളക്കി മണിക്കൂറുകൾക്കകമാണ് പേർഷ്യൻ കരത്തിന് മുന്നിൽ F-35 കൂപ്പുകുത്തിയത്. മാർച്ച് 19 മധ്യ ഇറാന്റെ ആകാശത്ത് വെച്ചാണ് ഈയൊരു ചരിത്രപരമായിട്ടുള്ള സംഭവം അരങ്ങേറിയത്. അമേരിക്കൻ സുരക്ഷാ വൃത്തങ്ങൾ ഇറാന്റെ പ്രതിരോധം അമ്പെ പരാജയപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന സമയത്തായിരുന്നു ഈ ഒരു അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെല്ലാം പറക്കുന്നു, ആരും വെടിയുതിർക്കുന്നില്ല എന്ന ട്രംപിന്റെ വാക്കുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് റഡാറുകളിൽ തെളിയാത്ത F-35 ജെറ്റിനെ ഇറാൻ കൃത്യമായി ലോക്ക് ചെയ്ത് ആക്രമിച്ചു. പരിക്കേറ്റ ജെറ്റ് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇറാന്റെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പടക്കപ്പലിന്റെ ആകാശത്തെ കരുത്തിന് ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള പഴഞ്ചൻ എന്ന് മുദ്ര കുത്തപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ വിമാനത്തെ വേട്ടയാടുന്നത് എന്ന് പ്രതിരോധ വിദഗ്ധരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്നത് റഡാറുകളെ വെട്ടിക്കാനാണ് എങ്കിലും വിമാനങ്ങൾ പുറത്തുവിടുന്ന താപം കണ്ടെത്തുന്നതിൽ ഇറാൻ വിജയിച്ചു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. F-35 സിംഗിൾ എഞ്ചിൻ പുറത്തുവിടുന്ന ഭീമമായിട്ടുള്ള ചൂട് ഇൻഫ്രാറെഡ് സെൻസറുകൾ വഴി ട്രാക്ക് ചെയ്താണ് ഇറാൻ ഈ ഒരു അസാധ്യ ദൗത്യം പൂർത്തിയാക്കിയത്. സന്ദീപ് ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇറാന്റെ 358 വിമാന വേദ മിസൈൽ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം ആയിരിക്കാം ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. റഡാർ ഉപയോഗിക്കാതെ തന്നെ വിമാനത്തിന്റെ ഹിറ്റ് സിഗ്നേച്ചർ പിന്തുടർന്ന് ആക്രമിക്കാൻ ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കും. വിമാനം എത്ര വേഗത്തിൽ പറന്നാലും അതിന്റെ എഞ്ചിൻ പുറത്തുവിടുന്ന താപം ആകാശത്ത് ഒരു അടയാളം അവശേഷിപ്പിക്കുന്നു. ആ അടയാളം പിന്തുടർന്നാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യം കണ്ടത്. ഈ സംഭവം 1999 യൂഗോസ്ലാവിയയിൽ വെച്ച് US-ന്റെ F-117 നൈറ്റ് ഹോക്ക് വെടിവെച്ചിട്ടതിനെ ഓർമ്മിപ്പിക്കുന്നു. അന്നും ലോകത്തെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് വിമാനമായിരുന്നു തകർക്കപ്പെട്ടത്. എന്നാൽ 2026 അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ നെറുകയിൽ നിൽക്കുന്ന F-35 വീഴുമ്പോൾ അതിന്റെ ആഘാതം വളരെ വലുതാണ്. നിലവിൽ 15ഓളം രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഈ വിമാനത്തിന്റെ വിശ്വസ്തതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇന്ത്യക്ക് പോലും ട്രംപ് വാഗ്ദാനം ചെയ്ത ഈയൊരു വിമാനം ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഇറാന്റെ ബന്ദർ അബ്ബാസിന് മുകളിൽ രണ്ടാമതൊരു F-35 കൂടി തകർക്കപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. ഫെബ്രുവരി 28 യുദ്ധം ആരംഭിച്ച ശേഷം 12ലധികം MQ-9 റീപ്പർ ഡ്രോണുകൾ അമേരിക്കയ്ക്ക് നഷ്ടമായിരുന്നു. എന്നാൽ ഒരു ഡ്രോണിനെയോ സാധാരണ വിമാനത്തെയോ വെടിവെച്ചിടുന്നത് പോലെയല്ല സ്റ്റെൽത്ത് കരുത്തനായ F-35 വീഴുന്നത്. ഇത് അമേരിക്കയുടെ വായുസേനയുടെ ആത്മവിശ്വാസത്തെ പിടിച്ചുലയ്ക്കുന്ന ഒന്നാണ്. ഈ ഒരു വിജയം ഇറാൻ യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയേക്കാം. ഇറാന്റെ വ്യോമ പ്രതിരോധം തകർന്നു എന്ന ഉറപ്പിന്മേൽ സ്റ്റെൽത്ത് ശേഷിയില്ലാത്ത B-1, B-2 ബോംബറുകൾ വിന്യസിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനി തീരുമാനം മാറ്റേണ്ടി വരും. ഇറാന്റെ പ്രതിരോധം ഇപ്പോഴും അതിശക്തമാണെന്ന തിരിച്ചറിവ് ശത്രു സൈന്യത്തെ തങ്ങളുടെ വിമാനങ്ങൾ കൂടുതൽ ഉയരത്തിൽ പറത്താൻ പ്രേരിപ്പിക്കും. ഇത് ആക്രമണങ്ങളുടെ കൃത്യതയെ ബാധിക്കാനിടയുണ്ട്. ജിയോ പൊളിറ്റിക്കൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ലോകം മാറിപ്പോയിരിക്കുന്നു എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയുടെ അത്യാധുനിക ആയുധത്തെ നിഷ്പ്രഭമാക്കി എന്നത് ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ്. അമേരിക്കൻ സൈനിക സൂത്രക്കാർക്ക് ഇനി ഇറാന്റെ ഓരോ റഡാർ സംവിധാനങ്ങളെയും മിസൈൽ യൂണിറ്റുകളെയും ഭീതിയോടെ നോക്കി നിൽക്കേണ്ടി വരും. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച സ്റ്റെൽത്ത് വിമാനങ്ങൾ സുരക്ഷിതമല്ല എന്ന പാഠമാണ് ഇത് നൽകുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം ഇറാൻ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരു വിമാനം തകർന്നു എന്നതിലുപരി ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയ്ക്ക് മേൽ ഇറാന്റെ തദ്ദേശീയമായിട്ടുള്ള പ്രതിരോധ തന്ത്രങ്ങൾ വിജയിച്ചു എന്നതാണ് ഇവിടെ ശ്രദ്ധേയം. പരാജയപ്പെട്ടു എന്ന് ട്രംപ് വിശേഷിപ്പിച്ച ഇറാൻ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളുടെ ഈറ്റില്ലമായിട്ടുള്ള F-35 വേട്ടയാടി തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അവസാനമായി ഈ ഒരു പോരാട്ടം വെറുമൊരു വെടിവെച്ചിടലല്ല, ഇത് പടിഞ്ഞാറൻ മേധാവി തത്വത്തിനെതിരായിട്ടുള്ള ഇറാന്റെ ശക്തമായ പ്രഖ്യാപനമാണ്.
ഈ ആകാശ പോരാട്ടം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിൽ ഇറാന് മേൽക്കൈ നൽകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്ക തങ്ങളുടെ വ്യോമാക്രമണ തന്ത്രങ്ങൾ പൂർണ്ണമായും പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകും. ആകാശത്തെ കളിത്തോക്കല്ല പേർഷ്യൻ മിസൈലുകളെ എന്ന് ലോകം ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ 21 ദിവസമായി തുടരുന്ന തീവ്രമായിട്ടുള്ള യുദ്ധം ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ കക്ഷികൾക്കും നഷ്ടങ്ങൾ കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ ആകാശത്തുള്ള യുദ്ധമാണ് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ശത്രുവിന്റെ വെടിവെപ്പിൽ തകർന്ന 10 റീപ്പർ ഡ്രോണുകളും അപകടങ്ങളിലൂടെയോ ആക്രമണങ്ങളിലൂടെയോ നഷ്ടപ്പെട്ട നിരവധി ക്യൂ വിമാനങ്ങളും ഉൾപ്പെടെ ആകെ 16 സൈനിക വിമാനങ്ങളാണ് നഷ്ടമായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാന് മുകളിലൂടെ യുദ്ധദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ ഒരു അമേരിക്കൻ F-35 യുദ്ധവിമാനം പശ്ചിമേഷ്യയിലെ ഒരു വ്യോമതാവളത്തിൽ അടിയന്തരമായിട്ട് ലാൻഡിംഗ് നടത്തിയ സംഭവം വലിയ ചർച്ചയാകുന്നത്. US സെൻട്രൽ കമാൻഡ് ഇത് സ്ഥിരീകരിച്ച് വിമാനം സുരക്ഷിതമായിട്ട് ഇറങ്ങിയതും പൈലറ്റ് സ്ഥിരതയിലാണ് എന്ന് വ്യക്തമാക്കിയെങ്കിലും സംഭവത്തിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അന്വേഷിക്കപ്പെടുകയാണ്. എന്തായാലും ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ആരംഭിച്ച ഈ ഒരു സംഘർഷം ദിനംപ്രതി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.